തിരിച്ചറിയാനാ, ആണാന്ന് തിരിച്ചറിയാനാ. ഒരാൺ സിംഹത്തെയും കൂട്ടത്തിലുള്ള ഒരു സിംഹം പേടിക്കുന്നില്ല, കാരണം അതതിന്റെ പ്രകൃതമാണ് അല്ലേ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഏറ്റവും വലിയ അത്ഭുതം എന്നറിയോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നൊരു ക്ലീൻ ചെയ്യുക. ഇന്നത്തെ പത്രത്തിലെടുത്തതിനെ കുറിച്ച് ഒരു ന്യൂസ് ഇല്ലേ? ഒരുപാട് പേരെ കൊന്നൊരു ക്രിസ്തീയ ഭീകരവാദി. അവന് താടിയുണ്ടോ? ഹിറ്റ്ലറിന് താടിയുണ്ടോ? മുസോളിനിക്ക് താടിയുണ്ടോ? ലോകം കണ്ട ഇന്ത്യയിലെ ഭീകരവാദികൾക്ക് താടിയുണ്ടോ? ഇനി ഞാൻ നിങ്ങളോട് വൃത്തിയുള്ളൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ താടിക്ക് വിവേകമുണ്ടോ? ഈ താടിക്ക് ചിന്ത, വിവേകം, ദയ, കാരുണ്യം എന്ന വികാരം ഉണ്ടോ? 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 ഹാർട്ടിലല്ലേ ഒരു ഹിന്ദുവിനെ കാണുമ്പോൾ ഒരു മുസ്ലിം ദേഷ്യം പിടിക്കുക താടിക്കുക? ആണോ? ആണോ? അല്ല, അല്ല അല്ലേ. എന്നിട്ട് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നൊരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞോളൂ. ലോകത്ത് ബൈബിളിൽ കാണാം, സാങ്ക്യാപുസ്തകത്തിൽ, ആ പുസ്തകത്തിൽ താടിന്റെ അറ്റം പോലും കട്ട് ചെയ്യരുത് ബൈബിളിൽ. ദാവൂദ് നബിയുടെ അനുയായികൾ ഒരു രാജാവിന്റെ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ നിന്നും സംശയിച്ചുകൊണ്ട് അവർ താടി പഠിച്ചു കളഞ്ഞു. ദാവൂദ് നബി പറയാണ്, താടി സമൃദ്ധമായി നീണ്ടിട്ടല്ലാതെ ഇങ്ങോട്ട് വരരുത്. അപ്പൊ ബൈബിളിൽ താടി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുവേദത്തെ താടി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. താടി പൗരുഷത്തിന്റെ ഭാഗവും അറിവിന്റെ ഭാഗവുമാണ്. അതുകൊണ്ട് താടിയെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. മുസ്ലിങ്ങൾ താടി നീട്ടുന്നത് പ്രവാചകന്റെ സുന്നത്താണ്, ശരീഅയാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, സിഖുകാരോട് നമുക്ക് വിരോധമുണ്ടോ? അവർക്ക് താടിയില്ലേ? നമ്മുടെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി താടിയുള്ള ആളല്ലേ? യേശുദാസിന് താടിയില്ലേ? അപ്പൊ താടിന്റെ വലിപ്പത്തിനനുസരിച്ച് അര ഭീകരവാദി, മുക്കാ ഭീകരവാദി, ഇത് ഫുൾ ഭീകരവാദി. എങ്ങനെയുണ്ട് ലോകത്തിന്റെ വിലയിരുത്തൽ? അതുകൊണ്ട് ഈ ക്ഷേത്രാങ്കണത്തിൽ പ്രസംഗം കേട്ടോ താടിയുള്ളവരെ പേടിച്ചിട്ട് കാര്യമില്ല. എനിക്കറിയാം, ഞാൻ ഈ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ കണ്ണൂരൊക്കെ ബോംബിടുന്നതിനുള്ള ചെറിയൊരു പ്രശ്നം ഇങ്ങനെ കേട്ടപ്പോ പോലീസുകാർ എന്റെ പിന്നാലെ. എന്തൊരു കഥ, എന്തൊരു കഥ! എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങോട്ട് ഇറക്കുമ്പോൾ പോലീസുകാരന്റെ ബാഗ്, ഇങ്ങോട്ട് ഇറക്കും പോലീസ്. അങ്ങനെ ഞാൻ ഒരു ചായക്കടയിൽ നിന്ന് ഒരു ടീ വാങ്ങി ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഗ്ലാസ് വേസ്റ്റ് കൊട്ടയിലേക്ക് ഇട്ടപ്പോൾ പോലീസുകാർ ഓടി വന്നിട്ട് തോണ്ടി വെക്കുക, ബോംബാണോ. ഞാൻ വിളിച്ചിട്ട് പോലീസുകാരോട് ചിരിച്ചിട്ട് പറഞ്ഞു, അതെ, ഈ താടി കണ്ടിട്ടാണ് നിങ്ങൾ തെറ്റിദ്ധാരണ, അതൊരു ചായക്കപ്പാണ്. ബോംബ് വെക്കണ്ടോ ആൺകുട്ടികൾ ബോംബ് വെച്ച് പോകും, വേ നോക്കിക്കോളൂല്ലോ പിന്നിൽ, എന്റെ പിന്നാലെ നടക്കണ്ട. മദ്രാസിൽ ചെന്നു, ചെന്നൈയിൽ ചെന്നപ്പോ മെറ്റൽ ഡിറ്റക്ടർ വെച്ചിരിക്കുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പ്രവേശിച്ചപ്പോ അവിടെ പോലീസുകാരൻ പറയാ, சார் வாங்க சார், இங்க வாங்க சார். எதுக்காக சார்? இந்த பெட்டிக்குള്ളിൽ ஏதாவது இருக்கு, அவ்வளவுதான் இன்ஃபர்மேஷன். പെട്ടി ഓപ്പൺ பண்ணுங்க സാർ. അതിന് ഞാൻ പറഞ്ഞു, എന്റെ ഡ്രസ്സാ അതിലുള്ളത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് വിശ്വാസമില്ല. ഓപ്പൺ பண்ணுங்க സാർ. ഞാൻ തുറന്നാട് കൊടുത്തു. അപ്പൊ നോക്കുമ്പോ എന്റെ ഡ്രസ്സുകളായി കണ്ടു. സീക്രം ക്ലോസ് பண்ணுங்க സാർ, പോങ്ക സാർ, മണ്ണിച്ചിരുങ്ക സാർ. എന്താ ഇത്? ലോകത്ത് ഒരു മുസ്ലിമിനോന്റെ ഡ്രസ്സ് പോലും വെക്കാൻ പറ്റില്ല. അമൃത എക്സ്പ്രസിന് തിരുവനന്തപുരത്ത് നിന്ന് കയറി, ഒന്ന് മൂത്രമൊഴിക്കാൻ മുട്ടിയപ്പോ ബാത്റൂമിൽ കയറി. അപ്പൊ എന്റെ ബാഗ് S3 കമ്പാർട്ട്മെന്റിൽ 32 വെച്ചിട്ടുണ്ട്. ആളുകൾ ഭയങ്കര ബഹളം. ആ കമ്പാർട്ട്മെന്റിലെ ഒരു ഭീകരവാദി എന്തോ കൊണ്ടുവച്ച് പോയിട്ടുണ്ട്. പോലീസുകാർ എന്നിട്ട് എന്റെ ബാത്റൂമിന് മരണം മുട്ടല. ഞാൻ തുറന്നിട്ട് ചോദിച്ചു, സാർ കമ്പനിക്ക് പോരുന്നോ? അല്ല, എന്താ അയാളോട് ചോദിക്കണ്ടേ? പോലീസുകാരനോട് കമ്പനിക്ക് പോരുന്നതല്ലാതെ ഒരു മൂത്രയ്ക്ക് ഒരു മുസ്ലിമിന് സ്വാതന്ത്ര്യമില്ലെങ്കിൽ ചെങ്ങൈമല. ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്. ഇത് നമ്മൾ തിരുത്തണം. താടി പുണ്യത്തിന്റെ അടയാളമാണ്. പിന്നെയോ, താടിക്കൊരു മഹത്വം കൂടിയുണ്ട്. ഒരു സീറ്റൊക്കെ കിട്ടും ബസ്സിൽ, താടിയൊക്കെ ചില ബഹുമാന പുരസ്സരം അല്ലേ? ഇത്രേ ഉള്ളൂ. ആരും തെറ്റ്. മനസ്സല്ലേ കേടുവരുന്നത്? ചിത്തശുദ്ധി വരുത്തുകയാണ് അല്ലേ? അല്ലേ? അശര്യം അശര്യമോ നോക്ക്, ഭഗവത്ഗീത ആത്മാവിന്റെ ശുദ്ധീകരണമല്ലേ പ്രൗഢം? അതല്ലേ ചെയ്യേണ്ടത്? അല ഫൈനഫിൽ ജസദി മുള ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വൈദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അല വഹിൽ ഖൽബ്. പ്രവാചകൻ പറയൻ, മനുഷ്യ നീ അറിയുക, നിന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായ ശരീരം മുഴുവനും നന്നായി. അത് കേടുവന്നാലോ ശരീരം മുഴുവനും കേടുവന്നു. അത് നിന്റെ ഹൃദയമാണ്. മാഷേ, നിങ്ങളുടെ ഹൃദയം മോശമാണ്. ഇനി നമ്മൾ മാഷെ എത്ര കറുത്ത മനുഷ്യനാണെങ്കിലും എന്തൊരു ഹൃദയശുദ്ധി അല്ലേ? ആ ഹൃദയശുദ്ധിയാണ് മതം ആവശ്യപ്പെടുന്നത്. ഇതെല്ലാവരും മനസ്സിലാക്കണം. അപ്പൊ തമ്മ് തല്ലിയിട്ടൊന്നും നമ്മളാരും നേടിയിട്ടില്ല. തമ്മ് കണ്ടുകൂടായ മാത്രമേ ബാക്കിയുള്ളൂ. നിസാരമായ സംഗതിക്ക് തല്ലുണ്ടാക്കി കളയ മനുഷ്യർ. ഒന്ന് ക്ഷമിച്ചുകൂടെ? സഹിച്ചുകൂടെ? പുറത്തു കൊടുത്തുകൂടെ? വിട്ടുവീഴ്ച ചെയ്തുകൂടെ? നിങ്ങൾ നോക്ക്, പ്രവാചക തിരുമേനി എല്ലാവരും തെറ്റിദ്ധരിച്ച ഒരാളല്ലേ പ്രവാചകൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ? ഒന്ന് പഠിച്ചു നോക്ക് നിങ്ങൾ. ശരിക്കും ആരോട് നമുക്ക് വിരോധമില്ലല്ലോ. ഏതാചാര്യന്മാരെ? ഞങ്ങളൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. ഞാൻ കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു മെമ്പറാണ്. മുജാഹിദ് പ്രസ്ഥാനം എന്ന പ്രസ്ഥാനങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിലാത്തറയിലൊക്കെ മുജാഹിദുകളുടെ സമ്മേളനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എല്ലാ സ്ഥലത്തും ഞങ്ങളൊരു നവോത്ഥാന പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം നിങ്ങളോട് പറയുന്നതും ഇസ്ലാം നിങ്ങളോട് പറയുന്ന ഒന്നാണ്. എന്താ ഇവിടെ പറയുന്നത്? ഇതാ മനുഷ്യരെ തമ്മിൽ അറിയാതെ, അങ്ങനെയാണല്ലോ, അറിയാത്തതിന്റെ ശത്രുവാണ് എല്ലാവരും. അറിയുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക.
അത് ഉൾക്കൊള്ളാതെ പരസ്പരം തല്ലിച്ചത്തിട്ട് ഞങ്ങൾ ഉണർന്നാൽ, ചില ടീച്ചർമാരൊക്കെ ഉണ്ട്, ഞങ്ങൾ ഹിന്ദുക്കൾ ഉണർന്നാൽ, എന്നിട്ട് ഉണർമ്പോ എന്താ ഉണ്ടാവേണ്ടത്? എല്ലാവർക്കും നന്മയല്ലേ ഉണ്ടാവേണ്ടത്? ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായാൽ മുസ്ലിങ്ങൾ കൂടി ഗുണല്ലേ ഉണ്ടാവേണ്ടത്? മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായാൽ ഹിന്ദുവിന് ഗുണല്ലേ ഉണ്ടാവേണ്ടത്? ഞങ്ങൾ ഒറ്റക്കെട്ടാവുന്ന നിങ്ങളെ കൊല്ലാനാന്ന് വന്നാലോ? അതല്ലേ പാപം? ഇവിടെ ഹിന്ദു നന്നാവുന്നുണ്ട് ഏത് മുസ്ലിമിനാ അസൂയ? ഒന്നുമില്ല, ഞങ്ങൾക്കില്ല, ഞങ്ങളെ മനസ്സിലില്ല. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കരുത്, തെറ്റിദ്ധാരണകൾ തിരിച്ചു. അല്ലെങ്കിലും അതുകൊണ്ടൊക്കെ എന്താ മെച്ചം? എന്താ മനുഷ്യർ അതുകൊണ്ടൊക്കെ നേടിയത്? എനിക്കറിയാൻ മേലാന്ന് ചോദിക്കാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അങ്ങ് ആലപ്പുഴയിൽ അമ്പലപ്പുഴയിൽ അറവുകാട് ക്ഷേത്രത്തിൽ പ്രസംഗിച്ചു. കഴിഞ്ഞ ദിവസം ഒരമ്മ എന്റെ പിന്നാലെ ഓടൻ, ഒരമ്മ സ്നേഹം കൊണ്ട്, ജീവിതത്തിൽ കേൾക്കാത്ത കേട്ടതുകൊണ്ട്, മോനെ ഇതിനേക്കാൾ ഉപരി ഇനി എന്ത് കേൾക്കണം മോനെ എന്ന അമ്മ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് നമ്മൾ മതം എന്താ പഠിപ്പിക്കും? നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആനിൽ മാതൃത്വത്തിന്റെ മാന്യത അറിയും. ഈ അടുത്ത കാലത്ത് വരുന്ന ഒരു പഠന റിപ്പോർട്ട് പറയാം നിങ്ങൾക്ക്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും വൃദ്ധസദനങ്ങൾ കുറവ്. വൃദ്ധസദനം ഏറ്റവും കൂടുതൽ കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഒക്കെയാണ്. എന്തുകൊണ്ട്? മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന എന്താണ്? അച്ഛനമ്മ വലിയ സ്ഥാനം അവർക്ക്. മതതാ പഠിപ്പിച്ചത് വലിയ സ്ഥാനമാണ്. പെൺകുട്ടികൾ വലിയ സ്ഥാനമല്ലേ? നിങ്ങൾ നോക്ക്, പിന്നെ മനുസ്മൃതിയുടെ 9-ാം അധ്യായം 8-ാം അധ്യായം പരിശോധിച്ചോ, അതിൽ കാണാം എന്ത്? പിതാ രക്ഷിതി കൗമാരെ ഭർത്രോ രക്ഷിതി യൗവനെ പുത്രോ രക്ഷിതി വാർദ്ധക്യേ യഥന്തിസ്തവിരേ പുത്രൻ സ്ത്രീ സ്വാതന്ത്ര്യമർഹിതി. പെണ്ണ് സംരക്ഷിക്കപ്പെടേണ്ടവളാണ്, അച്ഛന്റെ, പിന്നെ ഭർത്താവിന്റെ, പിന്നെ മകന്റെ, അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് പെണ്ണ് എന്നതാണ് മതത്തിന്റെ കാതൽ. പിന്നീട് പൗരോഹിത്യം പലതും ചെയ്തിട്ടുണ്ട്. ഏതുപോലെ നമ്മുടെ സതിസമ്പ്രദായം പോലും പൗരോഹിത്യം ഉണ്ടാക്കിയാണ്. അഗ്രേ തദ്ഗച്ഛതി ഭവതി എന്നതിനെ അഗ്രേ എന്ന് പറഞ്ഞാൽ ഗമിച്ചുകൊള്ളുന്ന, ജീവിച്ചോളൂ ഭർത്താവ് മരിച്ചാലും, അത് മാറ്റിയിട്ട് എന്താക്കി? അഗ്നേ തദ്ഗച്ഛതി ഭവതി, അഗ്നിയിലേക്ക് ചാടിക്കോളൂ നാക്കി മാറ്റി. പുരോഹിതന്മാർ ഏത് കാലത്തും ചെയ്ത അതാ. ലോകത്തെ ഏത് മതത്തിന്റെ പുരോഹിതന്മാരും ചെയ്തതാ. അപ്പൊ നിങ്ങൾ നോക്ക്, റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് വലിയ കേരള യാത്ര നടക്കുന്ന മുസ്ലിങ്ങളുടെ ഒരു വിഭാഗത്തിന്റെ എല്ലാ മനുഷ്യർക്കും ശല്യം. 3-4 മണിക്കൂർ ഹൈവേ ബ്ലോക്കാണ്. ഇത് പ്രവാചകൻ പഠിപ്പിച്ചതിനെതിരാണ്. പ്രവാചകൻ പറഞ്ഞത് ഇമാത്തത്തുല്ലത അനിത്വരീഖി സദഖ, വഴിയിൽ നിന്ന് മാർഗതടസ്സം നീക്കാനാ പറഞ്ഞു. എല്ലാ തിന്മകളുടെ നടക്കുകയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് ബാപ്പയും ഉമ്മയും, അച്ഛനും അമ്മയും. ആ അച്ഛനും അമ്മയുടെ കോപം, അതാണ് ദൈവത്തിന്റെ കോപത്തിന് കാരണം. അച്ഛനും അമ്മയും കോപിച്ചാൽ ദൈവം കോപിക്കുമെന്നാണ് പ്രവാചകൻ പറയുന്നത്. ഉമ്മയും ബാപ്പയും ശപിച്ചാൽ അള്ളാഹു എത്ര ഭക്തനാണെങ്കിലും അത് സ്വീകരിക്കുന്ന. അതുകൊണ്ട് മാതാപിതാക്കളുടെ ഇഷ്ടത്തിലാണ് ദൈവത്തിന്റെ ഇഷ്ടം, മാതാപിതാക്കളുടെ കോപത്തിലാണ് ദൈവത്തിന്റെ കോപം. അതുകൊണ്ട് അച്ഛനെ അമ്മയെ, കട്ടപ്പനയിൽ കണ്ടില്ലേ, സ്വന്തം അമ്മയെ കൊണ്ടുപോയി വ്യഭിചരിച്ചു കളഞ്ഞില്ലേ പയ്യൻ? കള്ളു കുടിച്ചു വന്ന് നശിപ്പിച്ചു കളഞ്ഞില്ലേ? ആലോചിക്കണ്ടേ നമ്മൾ? സാംസ്കാരിക കേരളം, സുന്ദര കേരളം എന്ന് പറഞ്ഞിട്ട് മദ്യഷാപ്പിന്റെ മുമ്പിൽ വൻ ക്യൂ അല്ലേ പ്രിയപ്പെട്ടവരെ? എന്ത് നേടി? ഒരാള് ഒരു ദിവസം സ്ഥിരമായിട്ട് കുടിക്കുന്ന ഒരാളാ. മദ്യപാനികളായ എന്റെ സഹോദരങ്ങളോട്, ഒരു ക്ഷേത്ര ഉത്സവത്തിന് നിങ്ങൾ മദ്യപിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഭക്തിയാണുള്ളത്? ഒരു പള്ളിയുടെ ആഘോഷത്തിൽ നിങ്ങൾ മദ്യപിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഭക്തിയാണുള്ളത്? ഒരു ചർച്ചിന്റെ ആഘോഷത്തിൽ നിങ്ങൾ മദ്യപിക്കുന്നുവെങ്കിൽ എന്ത് ഭക്തിയാണ് നിങ്ങൾക്കുള്ളത്? മതം കൊണ്ടെന്ത് നേട്ടമാണുള്ളത്? എന്ത് നേട്ടമാണുള്ളത്? ആലോചിച്ചേ. ഒരാൾ ഒരു ദിവസം കള്ളു കുടിക്കാതെ വീട്ടിൽ വരികയാണ്. നോക്കുമ്പോൾ അയാളുടെ ഉമ്മ ഓടി വിളിക്കുകയാണ്, അയാളുടെ ഭാര്യ ഓടി വിളിക്കുകയാണ്, അയാളുടെ മക്കൾ ഇറങ്ങി അയൽപ്പക്കത്തേക്ക് പോവാൻ. എന്താ പ്രശ്നം? ബാപ്പാനെ പേടിച്ചിട്ട് മക്കൾ, ഭർത്താവിനെ പേടിച്ചിട്ട് ഭാര്യ, മകനെ പേടിച്ചിട്ട് അമ്മ. ഇതാ ലോകത്തിന്റെ അവസ്ഥ. പ്രവാചകൻ, നിങ്ങൾ നോക്ക്, പ്രവാചകൻ ഭരിച്ച രാജ്യത്ത് മദ്യമില്ല, ചാരായമില്ല. ഒരമ്മക്കും പേടിക്കണ്ട, ഒരു ഉമ്മാക്കും പേടിക്കണ്ട, പേടിക്കണ്ട. ഇല്ല, എന്റെ ഭർത്താവ് ഒരു തുള്ളി കുടിക്കില്ല. എന്തൊക്കെ ബാധ്യതകളുണ്ട്? ഭാര്യയുടെ മുഖത്തടിക്കുക, ഊരക്ക് ചവിട്ടുക, അവളെ കൊല്ലുക, കിട്ടിയ കത്തി കൊണ്ട് അവളെ വെട്ടിമുറിക്കുക, തിരിച്ചു ഭർത്താവിനെ. മദ്യപാനം നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു ദുരന്തമാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ക്ഷേത്ര കമ്മിറ്റിയോട്, മനോഹരമായി നിങ്ങൾ ക്ഷേത്രത്തെ സംവിധാനിച്ചിരിക്കുന്നുവല്ലോ, നിങ്ങളുടെ ഗ്രൗണ്ടും നിങ്ങളുടെ ക്ഷേത്രാങ്കണവും മനോഹരമായിരിക്കുന്നല്ലോ, 1 കോടിയിലധികം രൂപ കൊടുത്ത് ഇതിന് നിങ്ങൾ പുനർക്രമീകരിച്ചിരിക്കുന്നുവല്ലോ. ശരി, മനുഷ്യന്റെ സാംസ്കാരിക നിലവാരം വളർത്താൻ ഈ ടൈലുകൾക്ക് സാധിക്കുമോ?
ഈ മരങ്ങൾക്ക് സാധിക്കുമോ? ഈ അലങ്കാരങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾ നോക്ക്, മദീനയിലും മക്കയിലും ഹറമുകൾ ഉന്നതമായി നന്നാക്കുന്നു. അതുകൊണ്ട് മാത്രം കാര്യമായോ? മനുഷ്യന്റെ മനസ്സ് നന്നാകേണ്ടതില്ലേ? ഇല്ല. ഈ ക്ഷേത്ര പ്രഭാഷണത്തിൽ നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുന്നു, നാനാജാതി മതസ്ഥരും യുവാക്കളെ, ഈ രാജ്യത്തോട് വലിയ കടപ്പാടുകളുണ്ട് നമുക്ക്. ഏതെങ്കിലും ഒരു അക്രമി ഈ രാജ്യത്തെ ആക്രമിച്ചാൽ എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയില്ലാത്ത യുവത്വം